റളിയല്ലാഹു അൻഹ ഈസാ നബി അലൈഹിസ്സലാമിനെ പ്രസവിച്ചതിന് ശേഷം ബൈത്തുലഹമിലാണ് പ്രസവിക്കുന്നത്. ഇന്ന് ബെത്ലഹേം എന്ന് പറയപ്പെടുന്ന സ്ഥലം, ജോർദാനിന്റെ അടുത്തുള്ള സ്ഥലം. ആ പ്രസവിച്ചതിന്റെ ശേഷം അല്ലാഹു തആല പറയുന്നു, മറിയമേ, നീയൊന്നും പേടിക്കണ്ട, നിന്റെ അടുത്തുള്ള നീ പ്രസവിച്ച ഈ സ്ഥലത്തിന്റെ ഒരൽപ്പം താഴെ പോയാൽ ഒരു ഈത്തപ്പന മരമുണ്ട്, അത് പിടിച്ച് കുലുക്കിയാൽ നിനക്ക് ഭക്ഷണം കിട്ടും. അതിൽ നിന്ന് നല്ല മുഖമഞ്ജലിയ, നല്ലതായ ഫ്രഷായ ഈത്തപ്പഴം നിനക്ക് കിട്ടും, ഖർജൂരം നിനക്ക് കിട്ടും. മാത്രമല്ല, അതിന്റെ ഒരൽപ്പം താഴെ പോയാൽ നല്ല ഒരു പുഴയുണ്ട്, അതിൽ നിന്ന് നല്ല വെള്ളവും നമുക്ക് കുടിക്കാൻ കിട്ടും. അങ്ങനെ മറിയം ബീബി റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് നേരെ താഴെയുള്ള പുഴയിൽ പോയി വെള്ളം കുടിക്കുന്നു. അതിനുശേഷം മേപ്പോട്ട് വന്ന് ഈത്തപ്പന മരത്തിൽ പിടിച്ചു കുലുക്കുന്നു. ആ പിടിച്ചു കുലുക്കിയപ്പോൾ അതിൽ നിന്ന് വളരെ ഫ്രഷായ ഈത്തപ്പനം താഴെ വന്നു. ഇത് മറിയം ബീബി റളിയല്ലാഹു അൻഹയുടെ കറാമത്താണ്. കാരണം സാധാരണഗതിയിൽ ഒരാൾ ഈത്തപ്പന മരം പിടിച്ചു കുലുക്കിയത് കൊണ്ട് ഈത്തപ്പനം വീഴാനില്ല. കാരണം ഈത്തപ്പഴം അത് വലിച്ചു കൊഴിഞ്ഞെടുക്കലാണ് പതിവ്. പക്ഷെ മറിയം ബീബി റളിയല്ലാഹു അൻഹ അത് പിടിച്ചു കുലുക്കിയപ്പോൾ തന്നെ ആ മരത്തിൽ നിന്ന് ഈത്തപ്പഴം താഴെ വീഴുന്നു. ഗർഭിണിയായ ഒരു പെണ്ണ് പ്രസവിച്ചപ്പോൾ സാധാരണയായിട്ട് അവർക്ക് യാതൊരു ശക്തിയും യാതൊരു ഹെൽത്തും ഇല്ലാത്ത സമയമാണ്. ആ സമയം ഒരു പെണ്ണിനെ കൊണ്ട് മരം പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. അതേസമയത്ത് മറിയം ബീബി റളിയല്ലാഹു അൻഹ ആ മരം പിടിച്ചു കുലുക്കിയത് അത് ബീബിയുടെ കറാമത്തായിട്ടാണ് ഔലിയാക്കളുടെ കറാമത്തിന് ഈ സംഭവം ഒരു തെളിവാണ്. അങ്ങനെ ആ ഈത്തപ്പഴമൊക്കെ കഴിച്ച് വെള്ളം കുടിച്ച് നല്ല ആരോഗ്യവതിയായി ഈസാ നബി അലൈഹിസ്സലാമിന്റെ കുട്ടിയുമായി ബനൂ ഇസ്രായേൽക്കാരുടെ അടുത്തേക്ക് മറിയം ബീബി റളിയല്ലാഹു അൻഹ വരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് അവര് പറയുന്നത്, ബനൂ ഇസ്രായേൽക്കാർ പറയുന്നത്, മറിയമേ, ഇത് നിനക്ക് എവിടെന്നാണ് ഈ കുട്ടി? അപ്പോ നടന്ന സംഭവങ്ങൾ അവരോട് പറഞ്ഞു നോക്കി. പക്ഷെ അവരാരും വിശ്വസിക്കുന്നില്ല. ആ സമയത്താണ് കുട്ടിയോട് ചോദിക്കാൻ വേണ്ടി പറയുന്നത്, കുട്ടി ആരാണ്? റസൂലുൻ ഇലാ ബനീ ഇസ്രായീല അന്നീ ഖദ് ജീതുകും ബിആയത്തിൻ മിർ റബ്ബികും അന്നീ അഖ്ലുഖു ലക്കും മിനത്തീനി കഹൈഅത്തി ത്വയ്രി ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ്. ഖുർആൻ പറഞ്ഞതാണ്. ബനൂ ഇസ്രായേൽക്കാർക്ക് റസൂലായിട്ടാണ് വരുന്നത്. ഇഞ്ചീൽ എന്ന വേദഗ്രന്ഥം, ബൈബിൾ എന്ന വേദഗ്രന്ഥവുമായി വരുന്ന കുട്ടി. അപ്പോ മറിയം ബീബി റളിയല്ലാഹു അൻഹ കുട്ടിയിലേക്ക് തന്നെ കഴിക്കും. അവർ ചോദിക്കും, ഈ കുട്ടി എങ്ങനെ സംസാരിക്കും? അപ്പോ മറിയം ബീബി റളിയല്ലാഹു അൻഹ മറ്റൊന്നും പറയാതെ വന്നപ്പോ അവർ കുട്ടി തന്നെ സംസാരിക്കാൻ തുടങ്ങി. തൊട്ടിലുള്ള കുട്ടി ഓരോ കാര്യവും എടുത്തു പറയാൻ തുടങ്ങി. എന്ത്? ഞാൻ ബനൂ ഇസ്രായേൽക്കാർക്ക് വന്നത് നബിയാണ് ഞാൻ, ഇങ്ങനെ പറഞ്ഞ് ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഓരോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കണ്ടപ്പോ ചില ആൾക്കാർ വിശ്വസിച്ചു, ചില ആൾക്കാർ അവിശ്വസിച്ചു.
അപ്പോ അല്ലാഹു പറയുന്നത് മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിന തൗറാത്തി വലിഉഹില്ല ലക്കും ബഅദല്ലദീ ഹുർരിമ അലൈക്കും വജീതുകും ബിആയത്തിൻ മിർ റബ്ബിക്കും ഫത്തഖുല്ലാഹ വഅതീഊൻ. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിന തൗറാത്തി, നിങ്ങളുടെ മുൻവശത്തുള്ള കഴിഞ്ഞുപോയ തൗറാത്ത് എന്ന കിതാബ്, മൂസാ നബി അലൈഹിസ്സലാമിന്റെ തൗറാത്ത്, ആ തൗറാത്തിനെ സത്യമാക്കാൻ വേണ്ടി വന്ന ആളാണ്. നിങ്ങൾക്ക് ഹറാമാക്കപ്പെട്ട പല കാര്യങ്ങളും ഹലാലാക്കാൻ വേണ്ടിയിട്ടാണ്. വജീതുകും ബിആയത്തിൻ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബാകുന്ന അല്ലാഹുവിന്റെ ദൃഷ്ടാന്തവുമായിട്ടാണ് ഞാൻ വന്നത്. ഫത്തഖുല്ലാഹ വഅതീഊൻ, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യുക, അല്ലാഹുവിനെ അനുസരിക്കുക എന്ന് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ആ നാട്ടുകാർക്ക് ഉപദേശിച്ചു. ഇത് കേട്ടപ്പോൾ ബനൂ ഇസ്രായേൽക്കാർ അത്ഭുതപ്പെട്ടുപോയി. കാരണം ചെറിയ കുട്ടി സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവർ അന്തം വിട്ടുപോയി. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാം അവരെ നാട്ടിലിങ്ങനെ ജനിച്ച് അവരെ നാട്ടിൽ തന്നെ വളർന്ന് വലുതായി നബിയാകുന്ന ഘട്ടമായി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കുട്ടികളെക്കാളും മികച്ച ബുദ്ധിയും മികച്ച അറിവും ഉള്ള കുട്ടിയായിരുന്നു ഈസാ നബി അലൈഹിസ്സലാം. മറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും എടുത്തു പറയുന്ന, കണ്ണിൽ കാണാത്തതായ കാര്യങ്ങൾ, മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ, വീട്ടിൽ പണത്തിന്റെ സംഖ്യകളൊക്കെ ഈസാ നബി അലൈഹിസ്സലാം അവർക്ക് വ്യക്തമായി അവരുടെ പറയുമായിരുന്നു. ഇത് കേട്ട് നാട്ടുകാരും ബനൂ ഇസ്രായേലുകളായ നാട്ടുകാരും അല്ലാത്തതും എല്ലാം അത്ഭുതപ്പെട്ടുപോയി. ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തന്ന പ്രത്യേകമായ അറിവും കഴിവുമാണ്. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാം അവർക്ക് നബിയായി വന്നു. മുഅ്ജിസത്തും അതുപോലെ അത്ഭുതങ്ങളും കാട്ടാൻ തുടങ്ങി. ബനൂ ഇസ്രായേലികൾ അവരെ സത്യത്തിന്റെ മതത്തിലേക്ക്, മൂസാ നബി അലൈഹിസ്സലാം കാണിച്ച വഴിയിൽ നിന്ന് തെറ്റിപ്പോയി സ്വന്തം ഇഷ്ടം പോലെ ജീവിക്കുന്ന ആൾക്കാര് നല്ല വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ഒരുപാട് ശ്രമങ്ങൾ നടത്തി. ഇത് കണ്ട് ആ നാട്ടിലുള്ള രാജാവിന് തോന്നി, ഇയാളിങ്ങനെ പോയാൽ അവസാനം ആൾക്കാർക്ക് ഈസാ നബി അലൈഹിസ്സലാമിന്റെ പക്ഷത്താവും, നാട്ടുകാര് എന്നെ കൈവെടിയും, എന്റെ അധികാരം നഷ്ടപ്പെടുമെന്ന് അവൻ വിചാരിച്ചു. ആൾക്കാർ അവനെ പോയി തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈസാ നബി അലൈഹിസ്സലാം തന്റെ ശിഷ്യന്മാരെ കൂട്ടി ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ ശിഷ്യന്മാർക്ക് മുന്നിൽ ഒരുപാട് ഗുണ്ടകളെയും അക്രമികളെയും റൗഡികളെയും വിട്ടയച്ചു. ഈസാ നബി അലൈഹിസ്സലാം വിവരമറിഞ്ഞതുകൊണ്ട് ആരും അറിയാതെ റൂമിൽ ഒറ്റക്കായി ക്ലാസ് എടുക്കാൻ തുടങ്ങി. പബ്ലിക് മെസ്സേജ് ഒന്നും കൊടുക്കാതെ രഹസ്യമായി ക്ലാസ്സാണ് ഈസാ നബി അലൈഹിസ്സലാം. ഈ ക്ലാസ്സിലേക്ക് ഈസാ നബി അലൈഹിസ്സലാമിന്റെ വിശ്വസ്തന്മാരായ ശിഷ്യന്മാർക്ക് മാത്രമേ